ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം ശ്രീ പത്മനാഭായ ശരണം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പത്മനാഭ ശതകം പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പത്മനാഭ ശതകത്തിലെ 4-ാം ദശകത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു ശ്ലോകം നമ്മൾ കണ്ടു. ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് സമസ്ത വേദസ്വരൂപനായ ബ്രഹ്മദേവൻ ഉണ്ടായതും അദ്ദേഹത്തെ ലോകങ്ങളെല്ലാം ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നതും സൂചിപ്പിച്ചു. അതിനുശേഷം ആ ബ്രഹ്മദേവൻ എന്തു ചെയ്തു എന്ന് വർണ്ണിക്കുകയാണ്. അതിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അഥവാ ദശകം 4 ശ്ലോകം 2. തദനുസ്സവിസ്മിതചേതാഃ ചതസൃഷു ബദദിക്ഷു സാധു സംപശ്യൻ സമഗാദച്യുതതൂർണം ചതുരാനനതാം ഇഹാഷ്ടനയനയുതാം. തദനുസ്സവിസ്മിതചേതാഃ ചതസൃഷു ബദദിക്ഷു സാധു സംപശ്യൻ സമഗാദച്യുതതൂർണം ചതുരാനനതാം ഇഹാഷ്ടനയനയുതാം. അപ്പോൾ ആ ബ്രഹ്മദേവൻ ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തദനു എന്ന് പറഞ്ഞാൽ അതിനുശേഷം, അനന്തരം എന്നർത്ഥമാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ഉണ്ടായ ശേഷം സഹ വിസ്മിതചേതാഃ. സഹ എന്ന് പറഞ്ഞാൽ അവൻ. ആരാണവൻ? ഇവിടെ ബ്രഹ്മദേവൻ തന്നെ. വിസ്മിതചേതാഃ, വിസ്മയിച്ച ചേതസ് അഥവാ മനസ്സോടുകൂടിയവനായി ഭവിച്ചു. അപ്പോൾ ബ്രഹ്മാവ് വളരെയധികം വിസ്മയിച്ചു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ഭഗവാന്റെ ആ നാഭീകമലത്തിലുണ്ടായപ്പോൾ വേറെ ഒന്നും കാണാനില്ല ചുറ്റും. എവിടെ നോക്കിയാലും ആ ഒരു അവ്യക്തമായിട്ടുള്ള ഭാവം, അഥവാ പ്രളയജലം എന്ന് പറയും, കാരണജലം എന്ന് വെച്ചാൽ ഒന്നും കാണുന്നില്ല, എല്ലാം ശൂന്യം. താനിരിക്കുന്നൊരു താമരയും തന്നെയും മാത്രമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണോ കൊച്ചു കുട്ടികൾ അവരാദ്യമായി കാണുന്നത് എല്ലാം വിസ്മയപൂർവം നല്ല പ്രകാശിക്കുന്ന കണ്ണുകളോടുകൂടി നോക്കുന്നത്, അതുപോലെ ആ ബ്രഹ്മദേവനും താൻ ആരാണ്, താൻ എവിടുന്ന് വന്നു, താൻ ഇരിക്കുന്ന ഈ പദ്മം എന്താണ്, ഇതെവിടുന്ന് വന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉത്ഭവിക്കുകയാണ്. അപ്പം നമുക്ക് വിസ്മയമുണ്ടാകുമ്പോഴാണ് ചോദ്യങ്ങളുണ്ടാവുക. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത പുതിയതായ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് വിസ്മയം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബുദ്ധി
ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ ആദ്യത്തെ സത്യാന്വേഷിയാണ് ഈ ബ്രഹ്മദേവൻ എന്ന് പറയാം. തൻ്റെയും ഈ വിശ്വം തന്നെയാണ് ഈ താമര, അതിൻ്റെ സത്യത്തെയും എല്ലാം അന്വേഷിക്കുന്ന ഒരു സത്യാന്വേഷകനായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദികവി, ആദി ഋഷി എന്നൊക്കെ പറയും. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ എന്ന് ഭാഗവതത്തിലെ ധ്യാന ശ്ലോകങ്ങളിൽ പറയും. ഏതൊരു ഭഗവാൻ നാരായണനാണോ ആദികവിയായ അഥവാ ബ്രഹ്മദേവനായിക്കൊണ്ട് ബ്രഹ്മതേനെ വേദത്തെ വിസ്തരിച്ചു കൊടുത്തുവോ, ആ വേദജ്ഞാനം പകർന്നു കൊടുത്തുവോ എന്ന് ഭാഗവതാരംഭത്തിൽ പറയും. അപ്പോൾ ആദികവിയാണ് ബ്രഹ്മദേവൻ, ആദ്യത്തെ സത്യാന്വേഷിയാണ്. കൊച്ചുകുട്ടികളെല്ലാവരും നിഷ്കളങ്കമായ ഭാവത്തിൽ ആ സത്യാന്വേഷണം ആരംഭിക്കുന്നവരാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, പിന്നെ കുറേ കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാനില്ലാതെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ കുട്ടികളെ, അവരുടെ ജിജ്ഞാസയെ കെടുത്തിക്കളയുമ്പോൾ പിന്നെ അവരൊന്നും ചോദിക്കാതെയാവും, അല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യരിലും ഈ ഒരു സത്യാന്വേഷണ സ്വഭാവമുണ്ട്. അത് ഈ ജനറ്റിക്കലി അഥവാ DNA പകർന്നു കിട്ടിയതാണ്. ആരുടെ DNA? ബ്രഹ്മദേവൻ്റെ, ആദ്യത്തെ സൃഷ്ടികർത്താവിൻ്റെ. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ, താൻ ആരാണ്, താൻ എവിടുന്ന് വന്നു, ഈ ലോകം എന്താണ്, ഇതിന് വല്ല കാരണവുമുണ്ടോ, ഇതിന് ആരെങ്കിലും നിയന്താവുണ്ടോ, ഈശ്വരനുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നല്ല ജിജ്ഞാസുക്കൾക്ക് ഉണ്ടാവേണ്ടതാണ്. അവരാണ് നല്ല യുക്തി ഉള്ള മനുഷ്യർ എന്ന് പറയാം. ബുദ്ധി വികാസമുള്ള, നല്ല ബുദ്ധി ശക്തിയുള്ളവരായിട്ടുള്ള മനുഷ്യരങ്ങനെയുള്ളവരാണ്. അപ്പോൾ തദനുസ വിസ്മിതചേതാഹ, ആ ബ്രഹ്മദേവൻ വിസ്മയിച്ച മനസ്സോടുകൂടി ചതസൃഷു ബദദിക്ഷു സാധു സമ്പശ്യൻ. ചതസൃഷു ദിക്ഷു എന്ന് പറഞ്ഞാൽ 4 ദിക്കുകളിലും എന്നാണ്. ദിക്കുകൾ 4ലും, ചുറ്റുപാടും എന്നർത്ഥം. സാധു സമ്പശ്യൻ, സാധു എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ, സമ്പശ്യൻ തിരഞ്ഞു നോക്കിയിട്ട് എല്ലാ ഭാഗത്തും എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, തൻ്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ സഹായികൾ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള ചിന്തയോടുകൂടെ 4 ഭാഗത്തേക്കും അദ്ദേഹം നന്നായി നോക്കി എന്നാണ്. അപ്പോൾ ഹേ അച്യുത എന്ന് സംബോധനയുണ്ട്. സമഗാത് അച്യുത തൂർണം. അവിടെ അച്യുത എന്നുള്ളത് ഭഗവാന്റെ സംബോധനയാണ്. അല്ലയോ അച്യുത എന്ന് നാരായണനെ, പത്മനാഭനെ വിളിക്കുകയാണ്. പത്മനാഭന് മാത്രമേ ഈ മറവി ബാധിക്കാത്തതുള്ളൂ. താൻ ആരെന്നും താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒട്ടും മറവിയില്ലാത്ത ആളാണ്. വിസ്മൃതി അഥവാ ആത്മവിസ്മൃതി, ച്യുതി ഇല്ലാത്തവൻ അച്യുതൻ. ബാക്കി ബ്രഹ്മദേവന് പോലും അപ്പപ്പോൾ വിസ്മൃതി ഉണ്ടാവാറുണ്ട്. താൻ ആരാണ്, താൻ എവിടുന്ന് വന്നു എന്നെല്ലാമുള്ള വിസ്മൃതി ബ്രഹ്മദേവന് പോലും അപ്പപ്പോൾ ഉണ്ടാവും. അപ്പോഴൊക്കെ അദ്ദേഹം ഭഗവാനിലേക്ക് തിരിയുമ്പോഴാണ് അദ്ദേഹത്തിന് സ്മൃതി ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വിസ്മൃതി ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. ഭഗവാനെ അതുകൊണ്ട് ഹേ അച്യുത, സ്വരൂപ വിസ്മൃതിയില്ലാത്തവനെ, അങ്ങ് തന്നെ വേണം ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കാനെന്ന് താല്പര്യം. എന്ത് ചെയ്തു ബ്രഹ്മാവ്? ഇഹ തൂർണം അഷ്ടനയനയുതാം ചതുരാനനതാം അഗാത്. തൂർണം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പെട്ടെന്ന്. ഇഹ ഇവിടെ തന്നെ ആ ബ്രഹ്മദേവൻ ചതുരാനനതാം അഗാത്. ചതുരാനനൻ എന്ന് പറഞ്ഞാൽ 4 മുഖമുള്ളവനായി ആ ഭാവത്തെ അഗാത് ഗമിച്ചു, പ്രാപിച്ചു. അപ്പം 4മുഖൻ എന്ന ഭാവത്തെ പ്രാപിച്ചു. അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചതാണ് അഷ്ടനയനയുതാം ചതുരാനനതാം.
അഷ്ടനയനം, നയനമെന്നാൽ കണ്ണുകളാണ്. അഷ്ടനയനം 8 കണ്ണുകൾ, അതിനോട് യോജിച്ചത് ചേർന്നത് യുതം. അപ്പോൾ അഷ്ടനയന യുതാം ചതുരാനനതാം അഗാത്. 4 മുഖമാകുമ്പോൾ അതിൽ ഈ 2 കണ്ണുകൾ വേണമല്ലോ. അങ്ങനെ 4 മുഖത്തായിട്ട് 8 കണ്ണുകളോടുകൂടിയവനായി ഭവിച്ചു. ചതുർമുഖൻ എന്ന ഭാവത്തെ പ്രാപിച്ചു. ആര്? ബ്രഹ്മദേവൻ. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചതുർമുഖർ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും അന്ധക്കരണം 4 ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് 4 മുഖങ്ങളാണ് നമ്മുടെ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതാണ് നമ്മുടെ അന്ധക്കരണം. അന്ധക്കരണം ഒന്നാണെങ്കിലും അതിൻ്റെ വൃത്തിഭേദാത്, അതിൻ്റെ പ്രവൃത്തികൾ ഭിന്നമായിരിക്കുന്നത് കൊണ്ട് അതിനെ 4ആയി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സ് എന്തിനുള്ളതാണ്? മനസ്സ് സങ്കല്പ വികല്പാത്മകം. പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ, സങ്കല്പങ്ങളും അതാണോ ഇതാണോ എന്നുള്ള സംശയങ്ങളുമൊക്കെ വികല്പങ്ങളുമൊക്കെ ഉണ്ടാവുന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതിനെ നിശ്ചയിക്കുന്ന സ്വഭാവമാണ് ബുദ്ധി. ബുദ്ധി നിശ്ചയാത്മികാ ബുദ്ധി എന്ന് പറയും. അപ്പോൾ മനസ്സിങ്ങനെ സംശയങ്ങളെടുത്ത് വിടുമ്പോൾ ആ സംശയത്തെ വിചാരം ചെയ്ത് പൂർവ ജ്ഞാനം കൊണ്ടോ അനുഭവം കൊണ്ടോ അതുമായിട്ട് കണക്ട് ചെയ്ത് അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്നത് ബുദ്ധിയുടെ സ്വഭാവമാണ്. അപ്പോൾ നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയും. അതുപോലെ ചിന്തനകർത്തൃ ചിത്തം. ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളെല്ലാം അടുക്കി വച്ചിരിക്കുന്ന ഡാറ്റാ ബാങ്കാണ്. അപ്പോൾ അതിൽ നിന്നാണ് തിരഞ്ഞു നോക്കുന്നത്. പുതിയൊരു വസ്തുവിനെ കാണുമ്പോൾ ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണോ, ഇതെന്താണ് എന്നുള്ള ഒരു അന്വേഷണം. അത് ഈ ഫയലുകൾ നോക്കുകയാണ്. ഉള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന ഫയലുകളിൽ നിന്ന് ഈ പുതിയ വസ്തുവിനെ താരതമ്യം ചെയ്യണം, കണക്റ്റ് ചെയ്യണം. ഇതാണോ അത്, ഇതാണോ അത് എന്ന് ഈ ഫയൽ നോക്കുന്നത് ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. അങ്ങനെ ബുദ്ധി ഈ ചിത്തവുമായി കൂടിയാലോചിച്ച് ഈ പുതിയ കാര്യത്തെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഈ ഡാറ്റാ ബാങ്കിനെയാണ് സ്മൃതികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന, ഓർമ്മകളെല്ലാം സുരക്ഷിതമാക്കി വച്ചിരിക്കുന്ന അന്ധക്കരണമാണ് ചിത്തം. അതുപോലെ അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈശ്വര സൃഷ്ടമാണ്. അത് ആവശ്യമുള്ളതാണ്. ഏതഹങ്കാരം? ഈശ്വര സൃഷ്ടമായിട്ടുള്ള അഹങ്കാരം. അതിൽ ജീവന്മാരുടെ അഭിമാനം കൂടിച്ചേരുമ്പോഴാണ് അത് എന്താ പറയുക, ദോഷം ആയി മാറുന്നത്. അല്ലെങ്കിൽ അഹങ്കാരമില്ലെങ്കിൽ ഈ ലോകത്താരും ജീവിച്ചിരിക്കുകയില്ല. എന്ന് വെച്ചാൽ തൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നത് ഈ അഹങ്കാരം എന്ന അന്ധക്കരണമാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കണം, എങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകളെ ഏകോപിപ്പിച്ച് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്ന ആ ഒരു കർത്തൃത്വ ഭാവമുണ്ടല്ലോ, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതില്ല എങ്കിൽ അവിടെ ഒരു കർത്തൃത്വ ഭാവമുണ്ടാവില്ല. എൻ്റെ വിശപ്പിനെ ഞാൻ അറിയാതിരിക്കും, എൻ്റെ വിശപ്പിന് ഞാനാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന അറിവുണ്ടാവില്ല. എന്താണ് കഴിക്കേണ്ടത്, എവിടെയാണ് കഴിക്കാൻ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ഏകോപിപ്പിക്കാനും എല്ലാറ്റിൻ്റെയും ഒരു കോർഡിനേറ്റർ, ലീഡർ ആണ് ഈ അഹങ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണം. ആ അഹങ്കാരം വാസ്തവത്തിലൊരു ദോഷവും ഉള്ളതല്ല. ആ അഹങ്കാരം നമ്മുടെ ആവശ്യത്തിനുള്ളതാണ്, നമുക്കുള്ളൊരു പ്രിവിലേജാണ്. ആ അഹങ്കാരം എപ്രകാരം ശ്രീ ആദിശേഷൻ ഭഗവാനെ സേവിക്കുന്നുവോ, ആ ആദിശേഷൻ്റെ തന്നെ അവതാരമായ ലക്ഷ്മണൻ ശ്രീരാമനെ സേവിക്കുന്നുവോ, ആ
ആദിശേഷൻ തന്നെയായ ബലരാമസ്വാമി ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുന്നുവോ, അതുപോലെ ഈ നമ്മുടെ ആത്മാവിനെ സേവിക്കാനുള്ളതാണ്. ഈ ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിൽ ജീവനായി, ഈ ശരീരത്തിൻ്റെ സ്വാമിയായി കുടികൊള്ളുന്നത്. ആ സ്വാമിയെ ശുശ്രൂഷിക്കലാണ്, ആ സ്വാമിക്ക് വേണ്ടി ദാസൻ ആയി പ്രവർത്തിക്കലാണ് ഈ അഹങ്കാരത്തിൻ്റെ ധർമ്മം. ഇപ്പോൾ നമ്മൾ ശ്രീ പത്മനാഭസ്വാമിയുടെ ആ ഒരു മെത്ത ആദിശേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരത്തിൻ്റെ ആകത്തുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ 1000 ശിരസ്സുകൾ. 1000 വാസ്തവത്തിൽ അനന്തനാണ് അദ്ദേഹം, അനന്തം ശിരസ്സുകളാണ്. ഓരോ ശിരസ്സുകളും നമ്മുടെ ഓരോരുത്തരുടെയും ശിരസ്സുകളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരമാണ്. അങ്ങനെ സമഷ്ടി അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതാണ് പ്രതീകാത്മകമായിട്ട് ആദിശേഷൻ്റെ ശിരസ്സിലാണ് ഈ ഭൂമി, ഈ ലോകങ്ങളെല്ലാം കുടികൊള്ളുന്നത്. ആദിശേഷൻ ഈ അതല വിതല സുതല തലാതല മഹാതല പാതാളത്തിൻ്റെയും താഴെ തൻ്റെ ശിരസ്സിൽ ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നു. ആ ആദിശേഷൻ്റെ അനേകം ശിരസ്സുകളിൽ ഒന്നിൽ ഒരു കടുകുമണി പോലെ ഈ ഭൂമി ഇരിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരുടെയും ശിരസ്സുകളാണ് സമഷ്ടിയായിട്ട് ആദിശേഷൻ്റെ അനന്ത ശിരസ്സുകൾ. നമ്മൾക്കെല്ലാം അഹങ്കാരം അഥവാ അഭിമാനം, കർത്തൃത്വഭാവമുണ്ടെങ്കിലേ ഈ ലോകം നിലനിൽക്കുള്ളൂ. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കർത്തവ്യമൊന്നുമില്ല, നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എപ്പോൾ ശിഥിലമായി പോയി, അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവും. ചിന്തിക്കുക. അതുകൊണ്ട് ഈശ്വര സൃഷ്ടമായിട്ടുള്ള അഹങ്കാരത്തെ നമ്മൾ നശിപ്പിക്കേണ്ടതില്ല. ആ അഹങ്കാരം നമ്മളെ ധർമ്മബോധത്തോടുകൂടെ കർത്തവ്യത്തിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. അതിൽ നമ്മൾ നമ്മുടെ അജ്ഞാനം കൊണ്ട് മറ്റ് പലതും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ അഹങ്കാരം വിഷമായിത്തീരുന്നത്. നമ്മുടെ ഉപാധികളുമായി താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന ധനം, നമ്മുടെ ബന്ധുബലം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മൾ ആർജിച്ച വിദ്യ, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കൂടുതൽ അഭിമാനിക്കുമ്പോൾ ആ അഹങ്കാരം അത് ദോഷമായി മാറുന്നു. അതിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മൾ ഈ ജീവൻ്റെ ഭൃത്യനാണ് എന്ന വിനയഭാവമാണ് ഉള്ളിലുണ്ടാവേണ്ടത്. ജീവനാണ് ഇവിടുത്തെ സ്വാമി. ആ സ്വാമിയെ സേവിക്കലാണ് എൻ്റെ ധർമ്മം. രാമനെ ലക്ഷ്മണൻ സേവിക്കും പോലെ എൻ്റെ ഉള്ളിൽ ആത്മാവായി കുടികൊള്ളുന്ന ഈശ്വരനെ ഈ അഹങ്കാരം എന്ന അന്ധക്കരണം സേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ 4 മുഖമുണ്ട്. അതിൻ്റെ ഒരു പ്രതീകാത്മകമാണ് ബ്രഹ്മദേവന് 4 മുഖമുണ്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയുക, 4 അന്ധക്കരണങ്ങളെ കൊണ്ട് യുക്തനായി ഈ അറിവ് നമുക്ക് നേടാനും അത് എന്താ പറയുക ഓർമ്മകളായി ജ്ഞാനമായി സംരക്ഷിക്കുവാനും അത് വേണ്ടപ്പോഴെല്ലാം ഉപയോഗിക്കാനുമൊക്കെ ഈ 4 അന്ധകരണങ്ങളും വേണം. ഇതിലേതെങ്കിലും ഒന്ന് മാൽ ഫങ്ഷനിങ് ആയാൽ ചിത്തഭ്രമം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് പിടിപെടും. അപ്പോൾ ഇവർ 4 പേരുടെയും ഒരു കോർഡിനേഷനിലാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമഷ്ടി രൂപമാണ് ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങൾ. ആ 4 മുഖങ്ങളിൽ നിന്നാണ് 4 വേദങ്ങളുണ്ടായത് എന്ന് പറയും. ബ്രഹ്മദേവൻ്റെ കിഴക്കേ മുഖത്ത് നിന്ന്, പൂർവ്വമുഖത്ത് നിന്ന് ഋഗ്വേദവും, ദക്ഷിണമുഖത്ത് നിന്ന് യജുർവേദവും, പടിഞ്ഞാറേ മുഖത്ത് നിന്ന് സാമവേദവും, വടക്കേ മുഖത്ത് നിന്ന് അഥർവവേദവും ഉണ്ടായി.
എന്ന് ഭാഗവതത്തിൽ പറയും. അപ്പോൾ ഈ ലോകത്തിലേക്കുള്ള സകല അറിവുകളും ഈ ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് താല്പര്യം. അപ്പം അങ്ങനെ അദ്ദേഹം ചതുരാനനതയെ പ്രാപിച്ചു, 8 കണ്ണുകളോടുകൂടിയ ആ മുഖത്തെ പ്രാപിച്ചു. അപ്പോൾ ആദ്യത്തെ സത്യാന്വേഷി കൂടിയാണ് ഈ ബ്രഹ്മദേവൻ. ഇനിയും അടുത്ത ശ്ലോകങ്ങളിലും അദ്ദേഹം എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. ഹരി ഓം.